കൊഞ്ച് തീയൽ വെക്കാൻ പോവാണ്. ഇന്ന് ഞായറാഴ്ചയൊക്കെയാണ്, ഇവിടെ ഞങ്ങൾ ഓഫുള്ള ദിവസമാണ്. ഒരു സ്പെഷ്യൽ ആക്കാമെന്ന് വെച്ചു. അതിനുവേണ്ടി ഞാൻ കുറച്ച് കൊഞ്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കൊഞ്ച് റെഡിയാക്കുമ്പോൾ അറിയാമല്ലോ, നമ്മളിപ്പം ക്ലീൻ ആക്കിയതിന് ശേഷം ഇതിൻ്റെ നടുവിലുള്ളൊരു ഞരമ്പ് പോലത്തെ ഒരു സംഭവമുണ്ടല്ലോ, അത് നമ്മളിങ്ങനെ കീറിയിട്ട് കളയണം. അങ്ങനെയാണ് ഞാനിതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇച്ചിരി വലിപ്പമുള്ള കൊഞ്ചാണ്. ഞാനപ്പോൾ ഇന്ന് രണ്ടാക്കാൻ പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ അടുപ്പ് നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ ഞാൻ എണ്ണ ഒഴിക്കുന്നു ആദ്യം. ഞാൻ ഇവിടെ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഇവിടെ ഐറിഷ് റൈപ്പ് സീഡാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ അല്പം ഒഴിച്ചു. ഞാനിവിടെ ഓൾറെഡി തേങ്ങ റെഡിയാക്കിയിട്ടുണ്ട്. പുതിയ നമ്മുടെ ഗ്രൈൻഡറിലാണ് കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് തേങ്ങ, എനിക്കിപ്പോൾ ഇവിടെ ചിലവയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയിൽ ഇങ്ങനെ നമ്മുടെ തേങ്ങ ഇങ്ങനെ കഷ്ണമാക്കി ഇങ്ങനെ അടിച്ചെടുക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാണ് യൂസ് ചെയ്തത്. കുറച്ച് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ എനിക്ക് ആയി കിട്ടും. വറുത്തും കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റേ വറുത്തതിന് ശേഷം അരയ്ക്കാനും ഈസിയാണ്. എനിക്കിത്ര മതി തേങ്ങ തീയലിന്. തേങ്ങ നന്നായിട്ട് വറക്കാൻ പോവാണ്. ഈ തേങ്ങയുടെ ഒപ്പം തന്നെ ഞാൻ 1-2 കറിവേപ്പില ഇടുന്നുണ്ട്. ശരിക്കും 2-3 ഉലുവ. കാരണം ഉലുവ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കയ്പ്പൊക്കെ വരും. അപ്പോൾ അത്ര ഞാൻ ചെയ്യാൻ പോകുന്നുള്ളൂ. തേങ്ങ ഒരൽപ്പം കുറച്ച് വെക്കുന്നുണ്ട്. 3 കറിവേപ്പില. എനിക്കിതൊരു ഇരുമ്പ് പാത്രമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. ഞാൻ അതുകൊണ്ടാണ് ഈ പാത്രം എപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മൾ ബോംബെ വെച്ച് മേടിച്ച പാത്രം അല്ലേ. മറിച്ച് ഞാൻ കുറച്ച് ഉലുവ ഇടാൻ പോവാണ്. ശരിക്കും ഒരു 2-3 ഉലുവ, ഒരു 3-4 ഉലുവ, അതിനപ്പുറം വേണ്ട. ഇത് വളരെ കുറച്ച് ഉലുവ മതി. കാരണം ഉലുവ കൂടിക്കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് വരും. അപ്പോൾ ഈ ഉലുവ ശരിക്കും ഇതിനൊപ്പം തന്നെ കിടന്നിട്ടിങ്ങനെ നന്നായിട്ട് മൂത്ത് വരണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഉലുവ ഇടുന്നത്. തേങ്ങ ശരിക്കും മൂത്ത് വരുന്ന സമയത്ത് ഉലുവയും കൂടെ മൂത്ത് വരും. ഉലുവ മൂത്തില്ലെങ്കിൽ ശരിക്കും കയ്പ്പ് വരും തീയലിന്, നമുക്കൊരു സ്വാദം ഉണ്ടാകില്ല. ഉലുവയുടെ അളവ് കൂടിയാലും കയ്പ്പ് വരും. ഈ ഒരു ടൈമിൽ അതൊക്കെ ഇച്ചിരി പൊടികളൊക്കെ ചേർത്ത് തുടങ്ങാം. ഞാനിന്ന് തീ കുറച്ച് വെക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.5 സ്പൂണോളം മല്ലിപ്പൊടി. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം ഇതിൽ തന്നെ മാറും. ഇതിൽ തന്നെ കിടന്ന് മാറും. ആ ഒരു വെളിച്ചെണ്ണയൊക്കെ, തേങ്ങയിലുള്ള വെളിച്ചെണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയും ഒക്കെ ആയിട്ടൊരു കോമ്പിനേഷനാവും ഇപ്പോൾ തന്നെ പൊടികൾക്ക്. ഈ ഒരു കണ്ടോ, ഈ ഒരു കളറിലൊക്കെ എത്തുമ്പോൾ ഞാൻ ഓഫ് ചെയ്യുകയാണ്. നമ്മളിത് ഇപ്പം ഈ ഒരു കളറൊക്കെ എത്തിയപ്പോൾ മാറുകയാണ്. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പോൾ പൊടി കരിഞ്ഞു പോവും. അതുകൊണ്ട് മാറ്റുകയാണ്. ഇപ്പം തന്നെ അടുപ്പത്തുനിന്ന് മാറ്റി. കാരണം ഈ പാത്രത്തിൽ എൻ്റെ ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടിൽ ശരിക്കും പറഞ്ഞാൽ ഇതാവും, എന്താ പറയുക, കുറച്ചുകൂടെ ഒക്കെ നപ്പിച്ച് നേരം ഇളക്കി കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ വേറൊരു വെള്ളം വെച്ചിട്ടൊരു പാത്രത്തിലോട്ട് പെട്ടെന്ന് തന്നെ ഇറക്കാം. അപ്പോൾ ഇത് ഇച്ചിരി ആറി കിട്ടും. ഞാൻ തന്നെ ഇച്ചിരി വെള്ളം വെച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി. കാരണം ഇനി ഇതിന് ഞാൻ പൊടി കരിഞ്ഞു പോകും. എനിക്കിനി ഇത് അരച്ചു കൊടുക്കണമല്ലോ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇത്രയും പുളിയോളം എടുത്തിട്ടുണ്ട്. എനിക്കിതിപ്പം ഇത് ഞാൻ തീയലിന് വേണ്ടി ഒരു 1/4 വലിപ്പത്തോളം ഉള്ള ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളിയായിരുന്നു. ഇത് ഞാൻ ചൂടുവെള്ളത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒരു സത്തിറക്കി അവിടെ വെക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാൻ പോവുകയാണേ. ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, അത്രേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. ഇതിൽ നന്നായിട്ടൊന്ന് മിക്സിയിൽ ഒരുപാട് ചൂടോടെ ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ ഒരു ചെറിയ ചൂട്, ഇപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ വെച്ച് അത്യാവശ്യം ഒന്ന് ആറിയത് എന്നിട്ട് പെട്ടെന്ന് തന്നെ
എല്ലാം മാറ്റി നമ്മുടെ ഇതിനകത്തോട്ട് ഉള്ള എല്ലാ തേങ്ങയും ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക്. കാരണം നമ്മൾ അരയ്ക്കാൻ പോവാണ്. ഇതിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. കാരണം തീയലായതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം തേങ്ങ അരച്ചെടുക്കാൻ. അന്നേരം നല്ല ഇതിനകത്ത് എണ്ണയൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ ഇത് അരയുകയും ചെയ്യും. അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് അരച്ചിട്ട് വരാം. ഇതിപ്പോൾ കണ്ടോ, നമ്മൾ തീയലിന് വേണ്ടി അരച്ചെടുത്താണ്. തീയലിന് വേണ്ടി അരച്ചെടുത്തൊരു സംഭവമാണ് ഇത്. കണ്ടോ, തേങ്ങയും ഇതെല്ലാം കൂടെ. ഇതിന് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ഇതിന് ഈ കാണുന്നത് ശരിക്കും ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ. ആ തേങ്ങ ചൂടായിട്ടുണ്ട്, തേങ്ങ വറുത്തിട്ടുള്ള അതിനകത്ത് വെളിച്ചെണ്ണയാണ്. ഇതാണ് നമ്മളിപ്പം തീയലിൻ്റെ കൂട്ടായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ഇപ്പം എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഇത്ര ഒരു സവോള ഇതിനകത്ത് ഇടുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പോകും. ഉള്ളിയുള്ളവർക്ക് ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ഏറ്റവും നല്ലത്, ബെസ്റ്റായിട്ടും ഈ തീയലിന് ചേരുന്നത്. പക്ഷേ എനിക്കതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ സവോള ഇങ്ങനെ നട്ട് ഒരു സവോളയേ ഉള്ളൂ, ഇത് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ് വളരെ ലൈറ്റായിട്ട്. എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു എളുപ്പ വഴിക്കും പിന്നെ നമ്മുടെ കുറച്ച് എണ്ണ കൺസ്യൂം ചെയ്യുന്നത് കുറവാവാനും വേണ്ടി ഞാൻ കുറച്ച് എണ്ണ ഇപ്പം തന്നെ ഞാൻ കുറച്ച് കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഞാൻ കുറച്ച് ഇടുകയാണ്. കാരണം ഈ കടുക് ഇപ്പം പൊട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നീട് എന്താ പറയുന്നത്, കടുക് പൊട്ടിച്ച് പിന്നെ ചേർക്കുന്ന ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം. അപ്പോൾ അത്ര നമുക്ക് എണ്ണ ലാഭിക്കാം. ഇതിനകത്ത് നമുക്കിങ്ങനെ ഒഴിച്ച് പിന്നെ കുറച്ച് കറിവേപ്പില ഇടണം ഇപ്പം തന്നെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിൽ പ്രോസസ്സിങ് ഇപ്പം തന്നെ കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ നമ്മളിനി ബാക്കി ആ ചൂടായ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് കൊണ്ട് നമ്മൾ സവോള ഇടുന്നു. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. നമ്മൾ ആ തേങ്ങ വറുത്ത ആ ഒരു ചട്ടി തന്നെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഒരു കളർ വ്യത്യാസം വന്നത് ഇപ്പോൾ സവോളയ്ക്ക്. നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് സവോള നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ നോക്കുന്നു. കുറച്ച് ഉപ്പിടുന്നു. ഞാനിപ്പോഴാണ് ഉപ്പ് ചേർക്കുന്നത്. അപ്പം നമ്മൾ വേണമെങ്കിൽ നമുക്ക് പിന്നീട് കൂട്ടിയിടാം, അല്ലെങ്കിൽ ആവശ്യത്തിന് സവോളയ്ക്കുള്ളത്. ഇപ്പോൾ വേണ്ട എൻ്റെ സവോള ഒരു നന്നായിട്ട് ഇതായി. അപ്പം ഞാനിതൊരു 3-4 കഷ്ണം കുഞ്ഞതായിട്ട് അരിഞ്ഞ എന്താണ് സ്ലൈസ് പോലെ ചെയ്ത് ഇഞ്ചി കഷ്ണവും ചേർക്കുകയാണ്. കാരണം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്ന പിഴുപുളിയാണ്. നമ്മുടെ നോർമൽ എന്താ പറയുന്നത്, നമ്മുടെ മീനിനൊക്കെ കറി വെക്കുന്ന വലിയ കുടംപുളിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊന്നും എന്താ പറയുക, വയറിന് ബുദ്ധിമുട്ട് വരാതിരിക്കാനും ഇച്ചിരി ഒരു എന്താ തീയൽ കഴിക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനുമാണ് ഞാൻ ഈ ഇഞ്ചി ഇടുന്നത് ഇപ്പം. എന്നിട്ട് ഞാനിപ്പോൾ തന്നെ കുറച്ച് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന എന്താ പറയുക കൊഞ്ചിനെ ഞാനൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ചെറിയ രീതിയിൽ അതിനെ ഒന്ന് വഴറ്റുന്നു. ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. അപ്പോൾ അതിനെ നന്നായിട്ട് മഞ്ഞപ്പൊടിയൊക്കെ പിടിച്ചോളും, ഉപ്പുമൊക്കെ പിടിച്ചോളും. ഇപ്പോൾ തന്നെ മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ടു. മഞ്ഞപ്പൊടി കൂടുതലിടുന്നതുകൊണ്ട് നമുക്ക് ദോഷമൊന്നുമില്ല. അത് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കങ്ങനെ വലിയ ചൊവയൊന്നും വരത്തില്ല. കൂടുതൽ മഞ്ഞപ്പൊടി കഴിക്കുന്ന അത്രയും നല്ലത്. മഞ്ഞപ്പൊടി അറിയാമല്ലോ, ക്യാൻസറൊക്കെ ചെറുക്കുന്ന നല്ലൊരു സാധനമാണ്. അതൊക്കെ തന്നെയാണ് ഇന്ത്യൻ ഫുഡ്സിനകത്തുള്ള ഒരു മേന്മയെന്ന് പറയുന്നത്. നമ്മളെ പൊട്ട് ഒഴിവാക്കണ്ട. മഞ്ഞപ്പൊടി ഇട്ടു, നന്നായിട്ട് പിടിപ്പിച്ചു. ഇങ്ങനെയൊന്ന് വഴറ്റി. ഒരല്പം എണ്ണ പോരാത്തായിട്ട് തോന്നുന്നുണ്ട്. ഒരല്പം കൂടെ ഞാൻ എണ്ണ ഒഴിക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ആവട്ടെ. അരപ്പ് ചേർക്കണം. പിന്നെ ഇതിനകത്ത് തീയലിനകത്ത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇത് അരച്ച് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇനിയും വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നല്ല ചൂട് വെള്ളമോ അല്ല തിളച്ച വെള്ളമോ ഒക്കെ ഒഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ തീയലിൻ്റെ ശരിക്കും കളർ വ്യത്യാസമായി പോകും. എന്നിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുക്കുകയാണ്. ചൂടായ കണ്ടോ, അത് വറക്കുന്നുണ്ട്. നല്ല ചൂടായ വെള്ളമാണ് ഞാനിത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് തിളച്ചെടുക്കുന്നില്ല, എനിക്ക് ഇതിനകത്തോടും കൂടെ ഒഴിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് അരപ്പൊക്കെ നമ്മൾ കണ്ടോ, നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ വേറെ ഒരു എന്താ പറയുക, ഒരു പച്ച നിറവോ അങ്ങനെ ഒരു നിറത്തിലേക്കും പോകാം. തീയലിൻ്റെ തന്നെ നിറത്തിൽ നിൽക്കുകയാണ്. അല്പം കൂടെ വെള്ളം വേണം. ഇനിയിപ്പോൾ ഇവർ നന്നായിട്ടൊന്ന് കിടന്ന് തിളക്കട്ടെ. തിളച്ച് കുറുകി വരും. ആ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. കാരണം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണ് തുറന്ന്. നമ്മുടെ എന്താ പറയുന്നത്, ചെമ്മീനൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം.
ഇതിനെ ഞാൻ ശരിക്കും നമ്മുടെ ആ വലിയ കൊഞ്ചിനെ ഞാൻ രണ്ടാക്കി ഇട്ടിരിക്കുന്ന കേട്ടോ. ഏകദേശം ചെമ്മീനിൽ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു കൊഞ്ചൊന്ന് വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുളി ഒഴിക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കുറുകി, നമ്മൾ അത്ര വെള്ളം ഒഴിച്ചെങ്കിലും. ഇനി പുളി വെള്ളം ഒഴിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു. ഇനി നന്നായിട്ട് ഇത് വെട്ടി തിളയ്ക്കണം. അത് ഓഫായിരിക്കട്ടെ. നന്നായിട്ട് ഇത് വെട്ടി തിളയ്ക്കണം. ഈ സമയത്ത് നമുക്ക് ഈ ശരിക്കും തീയലിനകത്ത് നമുക്ക് ഇച്ചിരി കുരുമുളകൊക്കെ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു സ്വാദാണ് തീയൽ, ഏത് തീയൽ വെച്ചാലും. അപ്പം ഞാൻ കുറച്ച് കുരുമുളക് ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ചേർക്കുകയാണ്. അല്ലെങ്കിൽ കുരുമുളക് ശരിക്കും തേങ്ങ വറക്കുന്ന കൂട്ടത്തിലും വറുത്ത് എന്താ പറയുക പൊടിച്ചൊക്കെ എടുക്കാം. ഞാനിവിടെ ഓൾറെഡി ഞാൻ നേരത്തെ ഒരു കറിക്ക് വേണ്ടി ക്രഷ് ചെയ്ത കുരുമുളക് ഇരിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് ഇതിലേക്ക് ചേർത്തു. ഇനി ഞാൻ ഉപ്പൊക്കെ നോക്കുകയാണ്. ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം, എന്നിട്ട് ഇതിനകത്ത് എണ്ണ തെളിയണം. അതാണ് ശരിക്കും തീയലിൻ്റെ ഭാഗം. എല്ലാം പാകമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലൊരു തീയലാണ്. ഉപ്പും എനിക്കൊന്ന് പാകമായിട്ടായിരിക്കുന്നത് ഇപ്പം. അങ്ങനെ നമ്മുടെ തീയൽ നന്നായിട്ട് വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ടോ? ഞാൻ ഒന്നുകൂടെ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കാം. നമ്മുടെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു, ഇതേ കണ്ടോ, എണ്ണ ഇങ്ങനെ പൊങ്ങി തെളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ തീയലിൻ്റെ പാകം. ഇനി ഞാനൊരു 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് തീയൽ വാങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ കൊഞ്ച് തീയൽ റെഡി. അപ്പോൾ നമ്മുടെ ഉച്ചയോൻ്റെ ഒരു മെയിൻ ഐറ്റം റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ ചെമ്മീൻ തീയൽ, നല്ലൊരു തീയലാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പും പുളിയും ഒക്കെ പാകമാണ്. പിന്നെയും ഉപ്പ് നോക്കാൻ തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ ഇനി നിർത്തുകയാണ്. അപ്പോൾ ശരി, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നല്ലൊരു റെസിപ്പിയാണ്, വളരെ എളുപ്പം എന്നുള്ളൊരു റെസിപ്പിയും കൂടെയാണ്. നമ്മളിനിയിപ്പം കടുക് പൊട്ടിച്ചൊഴിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിന് മാത്രം എണ്ണ വേസ്റ്റ് ചെയ്യാൻ വേണ്ട, നമ്മുടെ ടൈമും അത്രയും നമുക്ക് ലാഭിക്കാം. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഓൾസോ.